ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ എന്തായിരിക്കും, എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഈ അഖിലിന്റെ ഒക്കെ കാര്യം അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്ത് അരവ ഒന്നും പറയില്ല. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞതാ ഇതാണ്. ഞാൻ ഇന്ന് കണ്ടു മക്കളെ, ഞാൻ ഇന്ന് കണ്ടു. ഞാൻ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ആ നിലപാടുകളുടെ രാജകുമാരൻ. ഓന്ത് നിറമാറുമോ ഇതുപോലെ എനിക്കറിയാൻ പാടില്ല. ഓന്തിന് പോലും കുറച്ചധികം സമയം എടുക്കും. പക്ഷെ ഇതെന്റെ പൊന്നുമോനെ ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇത്രയും പണ്ഡിതനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ആരോട്ട് പറഞ്ഞതുമില്ല. അതാ ഇപ്പൊ ഈ നിമിഷം നമ്മൾ അങ്ങ് ബോധിച്ചിരിക്കുന്നു. നമുക്ക് വേഷ്ടമായി. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആളാരാന്ന് മനസ്സിലായല്ലോ. നമ്മൾ അഖിൽമാരാറിലോട്ടാണ് വരുന്നത്. അപ്പൊ അഖിൽമാരും പിഷാരടിയും തമ്മിൽ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ലൈക്ക്, അഖിൽമാരാറെ ഇഷ്ടമില്ല എന്നുള്ളവർ ലൈക്ക് ചെയ്യുക. അഥവാ പിഷാരടി മത്സരിക്കണം എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുമായിരിക്കും, ചിലപ്പോൾ ചിലവർക്ക് കാണുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഷെയർ ചെയ്യുക. എന്നൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അഖിൽമാരാർ കുറച്ചധികം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അഖിലേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഇതെല്ലാം ഒന്ന് മായ്ച്ചു തുടങ്ങി നമുക്ക് വേറെ 2-3 കാര്യങ്ങൾ എന്റെ നിലപാടിനെ കുറിച്ച് എനിക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണം. ഞാൻ നിലപാടിനെ കുറിച്ച് തന്നെ ഒരു പ്രബന്ധം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പ്രബന്ധത്തിലെ 2-3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? എന്തായിരിക്കും, എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഇറക്കിയെന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസ് പോകില്ലെന്ന് പറഞ്ഞു. ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ? അത് നിലപാടാ, അതിന്റെ അഭിപ്രായമാണ്. ഹേ, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അത് നിലപാടല്ല, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം. നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ അങ്ങനെ വരട്ടെ. നിലപാടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങ് പോകണം. എന്താണ് ഇസ്രായേലും പാലസ്തീനും ഇങ്ങേരെ ഒരു 2-3 വർഷമായിട്ട് കളിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കൊന്ന് ഈ ഒരു എസ് സ്കൂളിൽ പഠിച്ച സമയത്ത് അങ്ങേർക്ക് 5-6 മാർക്ക് കൂടുതൽ കിട്ടിക്കാണും. അതുകൊണ്ട് ഇസ്രായേലും പാലസ്തീനും വിട്ടൊരു കളി എന്റെ കയ്യിലില്ല. അപ്പൊ എപ്പോഴും ഇത് 24കാരാണ് ചോദിക്കുന്നത്. അപ്പൊ നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, ഇതിനൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിലപാട് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 or 4 5 കാറ്റഗറീസ് ദർ ആർ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി തന്നെ ഒരു പ്രബന്ധം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താണേലും മീഡിയാസ് പഠിച്ചിട്ടേ വരുള്ളൂ, ഇല്ലെങ്കിൽ അറിയാൻ പഠിപ്പിക്കും. നമുക്ക് കേട്ടു നോക്കാം. നമുക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരു മൈൻഡ് സെറ്റ് ആണ്. ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എന്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലെന്ന് പറയാം. അതേസമയം രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ് ഇടണോ വേറെ ഡ്രസ് ഇടണോ ഞാൻ തീരുമാനിക്കുന്നത് ഇഷ്ടമല്ല ബേസ് ചെയ്താണ്. 100% തീരുമാനമല്ലാതെ എന്താണ് മാറ്റാൻ പറ്റുക? എന്റെ അധികാരത്തിൽ വരുന്നത്. അപ്പൊ ആളിയം പറഞ്ഞു വരുന്ന തീരുമാനമാണ് നിലപാടാണ് ഒപ്പീനിയൻ ആണ്. അതായത് ഒന്നെല്ലാം കൺഫ്യൂഷൻ ആയി പോയി. അപ്പൊ ഈ നിലപാട് എന്താടേ, അപ്പൊ സ്റ്റാൻഡ് എന്താടേ, അപ്പൊ എത്ര തന്തയുണ്ട്? നമുക്ക് അങ്ങനെയും ചോദിച്ചുകൂടെ? അപ്പൊ അളിയന്റെ കാറ്റഗറി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക. അപ്പൊ അളിയന്റെ കുറെ അധികം നിലപാടും കാര്യങ്ങളും നമ്മൾ മുമ്പേ കാണിച്ചല്ലോ, അതാണ് നിലപാട്. അപ്പം നിലപാട് എന്നുള്ള ഒരു കാര്യത്തിൽ അഖിൽമാരാറിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. വാട്ട്സ് നിലപാട് ഡിസ്ക്രൈബ്ഡ് ബൈ അഖിൽമാരാർ. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പം നമ്മുടെ നിലപാടല്ല അഖിൽമാരാറിന്റെ നിലപാട്. അതുകൊണ്ട് പുള്ളിയോട് തർക്കിക്കാൻ പാടില്ല. അപ്പൊ കഥയിൽ ചോദ്യമില്ല എന്നർത്ഥം. ഓക്കെ, പൊന്നളിയാ ഈ നാക്കില്ലാതെങ്കിൽ, ഈ വായ്ത്താളം ഇല്ലാതെങ്കിൽ അളിയൻ എവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ വായ്ത്താളം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കും, അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പൊ അതായത് ഇപ്പം BJP-ക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നും അല്ല. പക്ഷെ 2 പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. എന്താണ് ചങ്ങായി പറഞ്ഞു വരുന്നത്? BJP-യിലാണ് വർഗീയതയുള്ളതെന്നോ? അപ്പൊ അളിയനിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? NDA എന്ന് പറയുന്നത് BJP അല്ലേ? നമ്മുടെ സാബുചേട്ടന്റെ സംഭവം എന്താണ്? NDA BJP അല്ലേ? എനിക്ക് തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് വല്ലതും തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ ബാക്കി കേൾക്കാം. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, മറ്റേ സംശയം യവൻ സംഖ്യയാണോ, കുറിയിട്ടിട്ടുണ്ടല്ലോ, യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP-യാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും BJP-യുടെ. അങ്ങനെ പറ. ഇപ്പൊ എല്ലാ കാര്യങ്ങളുടെ കടപ്പുവശം അങ്ങോട്ട് നമുക്കങ്ങ് മനസ്സിലായത്. ഇപ്പൊ കാര്യങ്ങൾ കറക്റ്റായി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇനി അടുത്തത്, ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല? ഈ 2 വർഷമായിട്ടും BJP വേദികളിലോ BJP ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി BJP പോകാറില്ലേ? എന്താ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത്? മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത്? ദൈവത്തെ കാട്ടി വലുതല്ലേ മനുഷ്യൻ? ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ അങ്ങനെ പറഞ്ഞു കൊടുക്കയാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തിന് ദൈവങ്ങളെ സംരക്ഷിക്കണം? BJPയുടെ കൂടെ എന്തിന് നമ്മൾ ചേരണം? നമ്മൾ കോൺഗ്രസിനൊപ്പം നിൽക്കണം. നമുക്ക് എന്താണ് മതങ്ങളെക്കാളും വലുത്, അത് ദൈവങ്ങളെക്കാളും വലുത് നമുക്ക് ജനങ്ങളാണ്. അതുകൊണ്ടാണ് അളിയൻ ഇപ്പൊ നൈസായിട്ട് NDAയിലോട്ട് മാറിയത്, ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. ഇപ്പൊ പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ ആ പിള്ളാച്ചൻ കള്ളം പറയാൻ നമ്മൾ വിചാരിച്ചായിരുന്നേ. നന്നായി പറഞ്ഞു, നന്നായി കേട്ടോ. ഈ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയമില്ലാഴികില്ലല്ലോ അല്ലേ? അപ്പം അടുത്ത അളിയന്റെ പോയിന്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തുകൊണ്ടാണ് വൈകിയെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ 2020 ചേരാൻ വൈകിയെന്നൊരു ചോദ്യമായിരുന്നു ഒരു പക്ഷേ ചോദിക്കേണ്ടത്. മറ്റൊന്നുമല്ല, കാര്യം പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് പൊളിറ്റിക്കൽ ആശയമാണ് ഉള്ളതെന്ന്. മറ്റേ കോൺഗ്രസ് ആണോ BJP ആണോ പലരും ചോദിച്ചിട്ടുണ്ട്. അവനും മതിയാടി എക്സ്പീരിയൻസ് ഉള്ള ഈസി അല്ലേ, വെരി ഈസി. അല്ലടാ ഇങ്ങനെ മാറും ഈശ്വര, നീ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നില്ലടേ. 2020 ഒരു പക്ഷേ നേരത്തെ സംസ്ഥാന ലെവലിലേക്ക് വളർന്നതെങ്കിൽ ഞാൻ എന്നേ ഇത് ചേർന്നേനെ. 2020 അടുത്ത സമയത്താണ് ഈ പറഞ്ഞ NDAയുമായി ചേരാൻ തീരുമാനിക്കുന്നതും സ്റ്റേറ്റ് ലെവലിലേക്ക് വളരാൻ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഞാൻ കേട്ട കുഴപ്പമാണോ, അതോ എനിക്ക് വട്ടായതാണോ, നമുക്ക് എല്ലാവർക്കും വട്ടായതാണോ, ഇനി പുള്ളിക്ക് വട്ടായതാണോ? എന്തോ എവിടെ ഒരു തകരാറ് പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ ഗൈസ്? തോന്നിയില്ലേ? എനിക്കും തോന്നിയായിരുന്നു. ആർക്കാണ് ഇപ്പൊ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? നമുക്കാണ് പ്രശ്നം? കേൾക്കുന്നത് നിങ്ങൾക്കാണോ പ്രശ്നം? അതോ ഇനി പുള്ളിക്കാണോ പ്രശ്നം? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. എന്റെ അഖിലേട്ടാ, നിങ്ങളെ നമിക്കുന്നു കേട്ടോ. ഇതുപോലെ ഒരു ചെങ്ങായ ഞാൻ ഈ അടുത്തിടയിൽ ഒന്നും കണ്ടിട്ടില്ല. അടിപൊളി രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതാണ് രാഷ്ട്രീയക്കാരൻ, ഇതാണ് രാഷ്ട്രീയക്കാരൻ. അപ്പം ദക്ഷിണ വെച്ച് തുടങ്ങാൻ പറ്റിയ ഐറ്റമാണ്. ഒരു രക്ഷയില്ല, ഒരു നിലപാടും ഇല്ല. അപ്പൊ കിറ്റക് സ്ഥാപിച്ചോട് ഞാൻ വീണ്ടും പറയാണ്, ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം 2020 തവണ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിടിക്കുന്ന മൊത്തം വള്ളി കേസാണ്, പിടിക്കുന്ന മൊത്തം വള്ളി എന്നാണ്. നമ്മുടെ ലക്ഷ്മി പ്രിയെ കൊണ്ടുവന്നപ്പോ എന്താണ് SIRന് നേരെ SIR എന്താന്ന് പോലും അറിയത്തില്ല. അതുപോലെ തന്നെയാണ് വീണ നായരെ വന്നപ്പോഴും വോട്ടർ ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്തതിനെയാണ് ഇതിനെയൊക്കെ പിടിച്ചു നിർത്തിയത്. അപ്പൊ ഇത് റോബിൻ രാധാകൃഷ്ണനിലോട്ട് വരുവാണെങ്കിൽ സെയിം എഫക്റ്റ് ആണ്. റോബിൻ ഇവരൊക്കെ ലക്ഷങ്ങളും കോടികളും പൈസ കൊടുത്താണ് ഇതിനകത്തോട്ട് വലിച്ചു കയറ്റിയത്. വലിയ കാര്യമുണ്ടോ? ഈ പാർട്ടി എന്താണെന്നും പാർട്ടി പരിപാടി എന്താണെന്നും പാർട്ടി പ്രവർത്തനം എന്താണെന്നും അറിയത്തില്ലാത്തവന്മാരെയൊക്കെ പിടിച്ച് ഇതുപോലെയുള്ള സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് NDAയുടെ നിലവാരം വീണ്ടും വീണ്ടും കുത്തനെ താഴോട്ടിരിക്കുകയാണ്. NDAയുടെ നിലവാരം താഴോട്ടിരിക്കുകയാണ്. ഒരു നിലപാടും ഉറച്ച വ്യക്തിത്വം ഇല്ലാത്ത വ്യക്തികളെ എന്തൊക്കെയോ പറഞ്ഞ അമ്മാനമാണ്. അത് അക്ഷരമാലയെ പിടിച്ച് അമ്മാനമാടുന്ന കുറച്ച് ആൾക്കാരെ പിടിച്ച് NDA സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക? അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഇവറ്റകളെ പോലുള്ളവർക്ക് എന്ത് ഗുണമാണ്, ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുക? NDA ഇങ്ങനെയുള്ള കാൻഡിഡേറ്റിനെ കൊണ്ടുപോകും നിങ്ങൾ എന്താണ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അപ്പൊ എന്താണെങ്കിലും മളിയൻ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ഉച്ചയൂടും കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ട് വന്നിരുന്നിട്ട് പറയുന്ന ഒരു ബൈറ്റ്സ് ആണ് നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ടത്. അപ്പൊ എന്താണ്, എന്നെ മതിൽ ചാടി നല്ല പരിചയമുണ്ട്, നന്നായിട്ട് മതിൽ ചാടാൻ അറിയുന്ന ഒരു കക്ഷി. അപ്പം എന്താണെങ്കിലും രമേശ് പിഷാരടിയോട് കൂടി ഒരു സംഭവം ചോദിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം രമേശ് പിഷാരടിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും താറ്റി അങ്ങ് വിട്ടു, താറ്റി വിട്ടു. ഇതുപോലെ ഒരു നാണക്കേട് അപമാനം അഖിൽമാരാറിന് കിട്ടാനില്ല. മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ മൂർഖനെയാണല്ലോ ചവിട്ടിയത് അഖിൽമാരാർ ഓർത്ത് കാണും. കാരണം ഇത് ഐറ്റം വേറെയാണ് മക്കളെ, വേറെയാണ്. എന്താണേലും നല്ല അടിപൊളി ചിമിട്ട മറുപടിയാണ്. അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പിഷാരടി മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാര്യം ചിരിച്ചുകൊണ്ടൊക്കെയാണ് അവതരിപ്പിച്ചത്. പക്ഷെ ചിരിച്ചുകൊണ്ട് അവതരിപ്പിച്ചാലും ഇതിനകത്ത് ഒരു കാര്യമില്ലാഴികയില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ അഖിൽമാരാറെ പോലുള്ളവർ ജയിച്ച് ഭരണത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ നിലപാട് മാറ്റം അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് ജനങ്ങൾക്ക് എന്ത് ഔട്ട്പുട്ട് ഇവന്മാരിൽ നിന്ന് കിട്ടും എന്ന് വളരെ വ്യക്തമാണ്.
അപ്പൊ ഞാൻ ഇപ്പോഴും പറയാനുള്ളത്, ഇപ്പൊ തന്നെ ഈ ഒരു ചെറിയ ഒരു വിഷയത്തിലെ മറുപടി തന്നെ കണ്ടില്ലേ, എന്താണ് ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ അഖിൽമാരാറിൽ നന്നായിട്ട് കാണാനുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന അഖിലിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്വഭാവം ഇവിടെ എക്സ്പോസ് ആക്കി കൊടുക്കുകയാണ്. അതിൽ നിന്ന് തന്നെ പുള്ളി ഒരു മെച്യൂരിറ്റി ഇല്ല, ഒരു കുട്ടിത്തമാണ്. പക്ഷെ എന്തൊക്കെയോ പറയാനറിയാം, എന്തൊക്കെയോ വാചാലിനായിട്ട് വായിട്ടടിച്ച് നിൽക്കാൻ അറിയാം. പക്ഷെ ഇവിടെ എന്തെങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. പുള്ളിക്ക് അറിയാം, പറയാനറിയാം, സ്വയം പൊങ്ങിയാണ്, SP ആണ്, സ്വയമായിട്ട് പൊക്കാനും പോഴ്ത്താനും നന്നായിട്ട് അറിയാം. പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ പിഷാരടിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകളും നിലപാട് ഒരു പവർ ഉണ്ട്. എന്തുമായിക്കോട്ടെ അതിൽ പവർ ഉണ്ട്. നമുക്ക് ജനങ്ങൾക്ക് കൊള്ളാം, ഇവൻ പറയുന്നതിൽ കൈയടിക്കാൻ ഒരു വകുപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് പിഷാരടി പറഞ്ഞു വെക്കുന്ന ഓരോ കാര്യങ്ങളും. പറയുന്നത് മാത്രമല്ല, നമുക്ക് പ്രവർത്തിക്കാൻ കൂടെ വേണം. അതേസമയം നമ്മൾ അഖിൽമാരാറുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നത്, കൈയടിക്കുന്ന പകരം താറ്റി വിടേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം, ഈ ഒരു 5 വർഷം ഇവന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൻ കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും അഖിൽമാരാറിന്റെ കയ്യിൽ 5 വർഷം ഭരണം കിട്ടിയാൽ. അപ്പൊ അഖിൽമാരാർ എവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെ നിന്നാലും ഇത് അവിടുത്തെ ജനങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ റോബിൻ രാധാകൃഷ്ണന്റെ കേസിലോട്ട് വരുന്ന സെയിം എഫക്ട് തന്നെയാണ്. ഒന്നുമില്ല, ഇവമാരുടെ കയ്യിൽ ഒരു ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ സെയിം സിസ്റ്റം തന്നെ, കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയതുപോലെ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാന്, ഇവമാർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നതിന് പകരം ആ കൃഷ്ണകുമാറിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെ, സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറിന്റെ 3ാമത്തെ പട്ടിക വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കാണും. പിന്നെ ഒരു 3-4 സീറ്റ് ഞാൻ വെണ്ടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പൂഞ്ഞാറ് മിക്കാറും PC ജോർജ് തൂക്കും, അതേ സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പുള്ളി തന്നെ പൂഞ്ഞാറ് വരുള്ളൂ. അപ്പൊ ഒരു NDA സീറ്റ് ഉറപ്പിക്കാം. പിന്നെ കുമ്മനം രാജശേഖരൻ ആണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്, ആറന്മുള ആ ഭാഗത്താന്ന് തോന്നുന്നു. അപ്പൊ വീണ ജോർജ് ഇത്തവണ എന്നാണെങ്കിലും വരത്തില്ല, 8 നില പൊട്ടും എന്ന്. ആറന്മുളയിലെ ഒരേ സഭയിൽ നിന്ന് 2 പേരാണ് നിൽക്കുന്നത്. വീണ ജോർജിന്റെ സഭയിൽ നിന്ന് അതേ സഭയിലുള്ള വേറൊരാളും കൂടെ നിൽക്കുന്നുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവിടെ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ വീണ ജോർജ് അവിടെ പൊട്ടുവാനും UDF അവിടെ കയറാനും ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു കുമ്മനം രാജശേഖരനും അവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ചിരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇതിനകത്തൊരു കാര്യം, ഗൗരവമായ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബാലിഷ്യമായിട്ട് ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ കയ്യിൽ ഒരിക്കലും നമ്മൾ 5 വർഷം ഭരണം കൊടുക്കരുത്. കാരണം ജനപ്രതിനിധിയാണ്, നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിവുണ്ടാക്കണം. അല്ലാതെ അവനവന്റെ കീശ വിളിപ്പിക്കാനും അവനവനെ വൈറ്റ് വാഷ് അടിക്കാനും 4 ആളുടെ മുന്നേ കൊള്ളാമെന്ന് പറഞ്ഞ് നല്ല കതറും നല്ല ടീഷർട്ടും ബ്രാൻഡും മാറിയിട്ട് വന്നിട്ട് പൊങ്ങച്ചം കാണിക്കാൻ ഉള്ളവനെ കയറ്റി നമ്മൾ ഇതുപോലെ സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം 3G ആയിട്ട്, അല്ല 5 വർഷം നമ്മൾ 3G ആയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം അതൊക്കെ നിങ്ങൾ ഓർത്തോർത്ത് നിങ്ങളുടെ അവകാശമാണ് ഓരോ വോട്ടും. ആ വോട്ട് അർഹതപ്പെട്ട കൈകളിലോട്ട് തന്നെ എത്തിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.